ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചങ്ങരംകരിയിലാണ്. കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ ചങ്ങരംകരിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ തുറവൂരിനടുത്തുള്ള വല്യത്തൊട്ടിലാണ് ഈ ഗ്രാമം. നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയുള്ള റോഡ് പാത. അതങ്ങനെ കുറച്ചു ദൂരം പിന്നിടുമ്പോൾ തന്നെ ചങ്ങരംകരിയുടെ വെൽക്കം ബോർഡ് കാണാം. ഈ ബോർഡിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ ഇവിടെ വരുന്ന പക്ഷികളുടെയൊക്കെ വിവരങ്ങൾ അറിയാവുന്നതാണ്. ദേശാടന പക്ഷികൾ വന്നു പോകാറുള്ള സ്ഥലം. കേരളത്തിൽ രാജഹംസം വന്നു പോകാറുള്ള ചില സ്ഥലങ്ങളിൽ ഒന്ന്. കൂടാതെ കാഴ്ചക്കാരുടെയും യാത്രക്കാരുടെയും മനം കുളിർപ്പിക്കുന്ന ദൃശ്യഭംഗി, അതാണ് ചങ്ങരംകരി. പാടത്തിന് നടുവിലൂടെയുള്ള അത്യാവശ്യം ദൂരമേറിയ റോഡ് പാതയാണിത്. ഇതിലൂടെ പോകുന്ന സമയം ഇതുപോലെ പലതരം പക്ഷികളുടെയും മറ്റും കാഴ്ചകൾ നമുക്ക് കാണാം. എരണ്ടയെന്ന ഒരിനം പക്ഷിയുടെ കുഞ്ഞാണിത്. കുഞ്ഞാണെന്ന് കരുതി പിടിക്കാനൊന്നും നിൽക്കണ്ട. നല്ല ഒന്നാന്തരം മുങ്ങൽ വിദഗ്ധരാണിവർ. സന്ദർശകരുടെ ശ്രദ്ധയ്ക്കായിട്ടുള്ള അറിയിപ്പ് ബോർഡ് ഇവിടെ കാണാം. അത് പാലിക്കേണ്ടത് നമ്മുടെ കടമയുമാണ്. കുറച്ചു ദൂരം പിന്നിടുമ്പോൾ ഈ റോഡ് ചെന്ന് തീരുന്നത് ഒരു കടവിലാണ്. ഇവിടെ നിന്ന് ഒരു 10 മീറ്റർ മുൻപിലോട്ട് എത്തിയാൽ ഈ റോഡ് തീരുകയായി. വണ്ടി ഒതുക്കി വെച്ചതിന് ശേഷം ചങ്ങരംകരിയുടെ കാഴ്ചകളിലേക്ക് പതിയെ ഇറങ്ങി നടന്നു. ചങ്ങരംകരിയുടെ ഗ്രാമീണ ഭംഗി അതൊന്ന് നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. ഇടവിട്ടുള്ള നെൽകൃഷിയും മത്സ്യകൃഷിയുമാണ് ഈ പാടശേഖരങ്ങളിൽ ചെയ്യാറുള്ളത്. നല്ലൊരു മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ചിറകുണക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾ. കുറച്ചു നേരം എന്നെ നോക്കി നിന്ന ശേഷം പുള്ളി അങ്ങ് പറന്നുപോയി. ദിവസമാണെങ്കിൽ പോലും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഇവിടുത്തെ കാഴ്ച വളരെ ഭംഗിയുള്ളതാണ്. വേനൽക്കാലത്ത് തണല് കുറവായിരിക്കുമെന്ന് മാത്രം. ഒരുപാട് തണൽ മരങ്ങളും മറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പേരയും മാവുമൊക്കെ ആ കൂട്ടത്തിലുണ്ട്. സന്ധ്യയ്ക്ക് മുന്നേയുള്ള മടക്കയാത്രയിലാണ് ഇവിടെ ചിലർ. ആകാശത്തൊരു നീളമേറിയ കറുത്ത നൂൽ പാറിപ്പോകുന്നത് പോലെയാണ് അവയുടെ പോക്ക്. വേനൽക്കാലത്ത് ഈ പാടത്തെ വെള്ളമൊക്കെ പറ്റും. ആ സമയത്ത് ഇവിടെ വരുന്ന പക്ഷികളുടെ എണ്ണം എണ്ണാവുന്നതിലും അപ്പുറമാണ്. വിവിധ ഇനത്തിലുള്ള ദേശാടന പക്ഷികളും ആ കൂട്ടത്തിലുണ്ട്. ഈ സമയം ഒരുപാട് ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ സാധ്യമാകണമെന്നില്ല. എന്നാൽ പോലും ഏത് കാലാവസ്ഥയിലും ചങ്ങരംകരിയുടെ കാഴ്ചകൾ അതിമനോഹരമാണ്. അങ്ങനെ ഞങ്ങൾ ചങ്ങരംകരിയിൽ നിന്നും യാത്ര തിരിച്ചു. ചങ്ങരംകരിയിലേക്ക് വരുന്നവർ ഇവിടെ മലിനമാക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് ഞങ്ങൾ പോയത് തൈക്കാട്ടുശ്ശേരി തുറവൂർ പാലത്തിനടുത്തുള്ള പുതിയൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു. പാലത്തിനടുത്ത് കായലിനോട് ചേർന്ന് പുതിയതായി തുടങ്ങിയതാണ് ഈ റെസ്റ്റോറൻറ്റ്. വൈകുന്നേരങ്ങളിൽ വന്ന് ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ് ഇവിടെ. ഞങ്ങളിവിടെ വരുന്ന സമയം ഷംഡക്കും കൂട്ടുകാരും ഇവിടെ ഉണ്ടായിരുന്നു. LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചും കായലിലേക്ക് നോട്ടം കിട്ടുന്ന രീതിയിൽ ഇരിപ്പിടങ്ങൾ വെച്ചുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഓരോ നെയ്ച്ചോറും ബീഫും കഴിച്ചു. ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ കൂട്ടുകാരൻ ആദിത്യനാണ്. ഫുഡൊക്കെ കഴിച്ച ശേഷം കുറച്ചു നേരം കാഴ്ചകൾ കണ്ടും വർത്തമാനം പറഞ്ഞ് ഞങ്ങളങ്ങനെ നിന്നു. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുന്നു.